1 മണിക്കൂറായിട്ട് ഞാനീ അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് നന്നായിരിക്കും. എന്നിട്ട് തലയിൽ ഒരു കുടം കെട്ടി വെച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ആക്ച്വലി നമ്മൾ ഇന്നലെ ന്യൂ ഇയറിന് ഭയങ്കര ഇൻട്രോ ഒക്കെ എടുത്ത് പോയതാട്ടോ ന്യൂ ഇയർ വ്ളോഗ് എടുക്കാൻ. നമ്മളൊരു 9:30-10 മണിക്കുള്ളിൽ 9:30 ഇറങ്ങി തോന്നുന്നു കേട്ടോ. റാസൽ കൈമേല് പോയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു മലയാളികളുടെ സ്വഭാവം ഉണ്ടല്ലോ. ബാക്കി എല്ലാരും ഞാൻ കണ്ടു കണ്ടു. പക്ഷെ നമ്മളാ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റില്ല. എന്നാലും നല്ലതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും നേരം അത് കണ്ടു. അത് മാത്രല്ല ആ ഒരു ഡേ ഫുള്ള് നമ്മൾ കറങ്ങി നടന്ന് എന്താ പറയാ ലോങ് ഡ്രൈവ് ആയിരുന്നു. ബ്ലോക്കിൽ പെട്ടാണെങ്കിലും നമ്മള് വീട്ടിലെത്തിയപ്പോ വെളുപ്പിന് 4-4:30 മണിയായി. അതുകൊണ്ട് സംഭവം അടിച്ചു വിളിച്ചു കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചുറ്റും നോക്കിയപ്പോ എല്ലാവരും നമ്മുടെ അപ്പുറത്തെ വീട്ടില് കറണ്ട് ഉണ്ടാന്ന് ചോദിക്കണ പോലെ അപ്പുറത്തെ ആൾക്കാരൊക്കെ കിടക്കണ കണ്ടോണ്ട് നമുക്കൊരു സമാധാനം കേട്ടോ. അവരും കണ്ടില്ലല്ലോ. അപ്പൊ അഫിയുടെ 2022 എങ്ങനെ ഉണ്ടായിരുന്നു അഫി? നല്ലൊരു വർഷമായിരുന്നു. 2022 ഒരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഒന്നിച്ച് ഇത്രയും നാള് ഒന്നിച്ച് നിക്കണത് ആദ്യമായിട്ടാട്ടാ. ഒരു വർഷം ഒന്നിച്ച് നിക്കണ ആദ്യമായിട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ്ലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ സഹിച്ചത് 1 ഇയർ? കുഴപ്പമില്ല, ഭയങ്കര നല്ലതെന്ന് പറഞ്ഞില്ല പണിയാവും. അടിപൊളിയായിരുന്നു. എനിക്കും കഴിഞ്ഞ 1 ഇയർ എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മള് പിന്നെ അതിന് മുന്നത്തെ വേഗം പോയി. എനിക്കതാ മനസ്സിലാവാത്തത്. ഇങ്ങനെ പെട്ടെന്ന് ഞാനിപ്പോ വന്നിട്ട് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റണില്ല 1 ഇയർ കഴിഞ്ഞു. എന്നാ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ ഓരോ ദിവസം വെറുതെ ഞാൻ അറിഞ്ഞുള്ളൂ 1 ഇയർ. ഞങ്ങൾ ഈ റൂമിൽ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞുള്ളതാണ്. ഭയങ്കര ഇപ്പൊ അടുത്ത് വന്ന് എനിക്ക് തോന്നുന്നു. എന്തല്ലാതെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ അടുത്ത വർഷം നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ യൂട്യൂബ് ഒക്കെ മര്യാദക്ക് വീഡിയോസ് ഒക്കെ ഇടും. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് വീഡിയോസ് യൂട്യൂബ് ഒക്കെ മര്യാദക്ക് ഞാൻ വീഡിയോസ് ഇടും. ചില ആൾക്കാർ ഇങ്ങനെ റെസൊല്യൂഷൻ എടുക്കുമല്ലോ, സെക്യൂരിറ്റി നിർത്തുന്ന 1 മാസം ഉണ്ടാവുള്ളൂ. അതുപോലെ ഞാൻ വേഗം ജോലി കണ്ടുപിടിക്കും. ഞാൻ കുറച്ച് മടിച്ചായിട്ട് ഇരിക്കായിരുന്നല്ലോ ജോലി കണ്ടുപിടിക്കാൻ. അപ്പൊ ഇനി കുറച്ചുകൂടി ഉത്തരവാദിത്തം ഒക്കെ എടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല ചെയ്യുന്നവരെ. മീൻസ് എനിക്ക് എന്റെ ഫീൽഡിൽ തന്നെ കയറണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ ഇനിയിപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല. എന്തായാലും ഞാൻ ജോലിയൊക്കെ കണ്ടുപിടിച്ച് വേഗം ജോലിക്കൊക്കെ പോകും. അതൊക്കെയാണ് എന്റെ പ്ലാൻ. ഇവയുടെ പ്ലാൻ എന്താ? 2022 എക്സസൈസ് ചെയ്യണം. പിന്നെ എനിക്ക് വീടെടുക്കണം. ഡാൻസിന് പോണം. പിന്നെ പാട്ടിന് പോണം. പിന്നെ എനിക്ക് ടോയ്സ് ഒക്കെ വാങ്ങണം. അതൊക്കെയാ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് നമ്മളൊരു ബിഗ് ഷോപ്പിങ്ങിന് പോവാണ്. വെറും ഷോപ്പിംഗ് അല്ല, ഒരു കല്യാണ ഷോപ്പിംഗ് ആണ്. അതന്നെ നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കല്യാണമായിരുന്നു. ഞങ്ങളുടെ വീട്ടില് ലാസ്റ്റത്തെ കല്യാണം പറയാൻ റിച്ചുണ്ട്. എല്ലാരായിട്ടും താഴെയാണല്ലോ മൂപ്പര്. വെള്ളത്തിന് ഇങ്ങനെ നീന്നു ചുച്ചൊന്നുമില്ല. ഇത് വെറുതെ ഒരു മാലേന്റെ ചുച്ച. ശരി, ഒരു 2 മിനിറ്റ് മുന്നോ. അപ്പൊ അപ്പയുടെ മാമാടെ മോന്റെ കല്യാണം. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ഇനി അവനും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വലിയ പ്രത്യേകത വെച്ചാല് കല്യാണം ദുബായിലാണ്. നമ്മള് ഫസ്റ്റ് ടൈം ആട്ടോ ദുബായിൽ ഒരു കല്യാണം ഒക്കെ കൂടാൻ പോണ്ട്. നാട്ടിൽ വെച്ചിട്ടുള്ള കല്യാണം കൂട്ടിയിട്ട് തന്നെ കാലങ്ങളായി. 1 ഇയറിന് മേൽ 1 ഇയർ എന്നല്ല, അതിലും കൂടുതലായി കല്യാണം കൂട്ടിയിട്ട്. പക്ഷെ ദുബായിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നില്ല നിക്കാഹ് മാത്രമേ ഉള്ളൂ. അത്രയും വലിയൊരു ഫംഗ്ഷൻ ആണോന്നും അറിയില്ല. എന്നാലും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും. എന്നാലും കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഫീൽ അല്ലേ. കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കണം. അടുത്ത ആഴ്ച ആട്ടോ കല്യാണം. അപ്പൊ നമ്മളിപ്പോ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. കാരണം ഞങ്ങക്ക് തോന്നി കുറച്ച് ക്ലാസിക്കലായിട്ട് ഒരു മാരേജ് കൂട്ടറില്ല ടീഷർട്ടും ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഡ്രസ്സുകളുണ്ട്. പക്ഷെ കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അതിന് മാത്രം സെപ്പറേറ്റ് വീഡിയോ ഇട്ട് തരാം കേട്ടാ. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണല്ലോ, കൊറേ ഡ്രസ്സ് വെച്ചിട്ട് പറയും എനിക്കൊന്നും ഇടാനില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇടാത്തത് കൊറേ ഉണ്ട്. പക്ഷെ എനിക്കാണ് പിന്നെ ഇല്ലാത്തത്.
ഞാൻ അങ്ങനത്തെ ഒരു ഡ്രസ്സിന്റെ അങ്ങനെ പർച്ചേസ് ഫ്രീക്ക് ഒന്നല്ല ഞാൻ. മൂപ്പർക്ക് പിന്നെ ഒരുപാടുണ്ട്, കിട്ടിയതും വാങ്ങിയതും. കല്യാണത്തിന്റെ ആ ഒരു ഡ്രസ് വേണമല്ലോ, അപ്പൊ അതെടുക്കണം, ഇവാക്ക് എടുക്കണം, അഫിക്ക് എടുക്കണം. എന്നാലും പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കിട്ട് വരാവേ. എല്ലാം കൊള്ളാം. 1 മണിക്കൂറായിട്ട് ഞാൻ എടുത്തത് എന്നെ തിരിച്ചു മറിച്ച് നോക്കാം. തപ്പ്. ഞങ്ങള് ലുലുവിലാണ് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, ഭയങ്കര കളക്ഷൻസ് ഒന്നും ഇല്ല. ഭംഗിയുണ്ട്. ഇവിടുത്തെ ഇങ്ങനത്തെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഫുള്ള് ലെങ്ത് ഉള്ള ഉണ്ടോ? പക്ഷെ എനിക്ക് നോർമൽ ഒരു സൽവാർ മതി എന്നാട്ടാ. ഇങ്ങനത്തെ ലോങ് സംഭവമൊന്നും തൽക്കാലം വേണ്ട. അപ്പൊ ഒരു പേർപ്പിൾ കളർ ഡ്രസ് എടുത്താൽ ഭംഗിയില്ല. പക്ഷെ ഷോളൊന്നും മാറ്റണേ. മഞ്ഞ എടുക്കണ്ട, അലമ്പാവും. മഞ്ഞ നല്ലതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഇഷ്ടം. കഴിഞ്ഞില്ലടി. അത് വേണോ, ഇത് വേണോ, അത് വേണോ, ഇത് വേണോ. ശരി, ഇങ്ങനത്തെ നോക്കിയാ പോരെ? ഇത് കൊള്ളാലോ. എന്ത് ചെയ്യാ നീ ഇവിടെ? തീരുമാനായ? ആ, ഒന്നായിരിക്കും. എന്നിട്ട് തലയിൽ ഒരു കുടം കെട്ടി വെച്ചാൽ മതി. കനകാട്ടത്തിന് പോവാം. കനകാട്ടല്ലേ അങ്ങനെ പോവാ തമിഴ്നാട്ടില്. ആടി അങ്ങനെയാണ്, കനകാട്ടത്തിന് പോകാൻ പറ്റും. വൈകിട്ട് കഴിഞ്ഞാൽ ഒരു കോട്ടം കൂടി വാങ്ങിക്കും, തല കെട്ടിക്ക്. മതി. ഇങ്ങനത്തെ എനിക്കിഷ്ടല്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ഡ്രസ് ഒന്ന് വെച്ച് നോക്കി. നന്നായിരിക്കും. ഈ ഡ്രസ് ഇഷ്ടായി? അയ്യോ, ഇട്ടിട്ട് വരണ്ട. ഈ ഒരു സംഭവം എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. രസമില്ല. ഫി പക്ഷേ പറയുന്നത് വീട്ടിടുന്ന പോലെ. പക്ഷെ എന്റെ ഷോളൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താണെന്ന്? അവലാ അവൈലബിൾ. ഇവ ഇവിടുത്തെ എന്താ ഒന്നൂടാ. ആ, ഇവിടുത്തെ പുതിയ സെയിൽസ് ഗേൾ ആണ് കേട്ടോ. ഇങ്ങോട്ട് വാടോ. ഇങ്ങനെ നിന്നാലും ആൾക്കാർ വാങ്ങൂല കേട്ടാ. ഇവാക്കുള്ള ഡ്രസ്സുകൾ നോക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇവാക്കാണെങ്കിലും ഇങ്ങനത്തെ ഫ്രോക്സ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഇവ അധികം ഇടൂല. ഭംഗിയുണ്ടോ? ഇഷ്ടായവാ? അപ്പയാണെങ്കിൽ ഇവാക്ക് ജീൻസും ടോപ്പ് തന്നെ എടുക്കുള്ളൂ കേട്ടോ. എനിക്കിഷ്ടല്ല ഇങ്ങനെ. പക്ഷെ കല്യാണൊക്കെ ആകുമ്പോ ഒരു വൈബ് വേണ്ടേ? ആ, ഇവ എടുത്തിട്ടൊക്കെ സാധനം നോക്കൂ. വെച്ച ഇവ കണ്ടിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. പാക്കറ്റിനകത്ത് എന്തായാലും കണ്ടിട്ടാണ്. അമ്മായിണ്ട് സാധനം പോണ കണ്ടാതെ. ഓട്ടോറിക്ഷ നമ്മുടെ നേരെ വരുന്ന തിരിഞ്ഞു പോണ പോലെ. എന്തോ ഒരു കാറാന്ന് കേട്ടോ പറയണേ. എന്തൊരു കാറല്ല, കാറാണല്ലേ? 3 വീലുള്ള കാറുണ്ടാ. നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. സ്പീഡിൽ പോണു. നമ്മൾ അതിന്റെ ഒപ്പം എത്തിയില്ല. സൂം ചെയ്ത് ഡ്രസ് വാങ്ങിയ എന്തിട്ടാ? എന്താ കേക്കണ ഡ്രസ്? ലുലുവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ ഓൾട്ടർ ചെയ്തിട്ട് നാളെ തരും.
ഒരു സാധാ ഒരു സൽവാറാട്ടോ ഞാൻ എടുത്തത്. അവിടെ അങ്ങനെ ഒരുപാട് സെലക്ഷൻ ഒന്നും ഇല്ല അവിടെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് സെലക്ഷൻ ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു, എന്നാലും എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രൈസ് നമ്മുടെ ബാക്കി ബുട്ടീക്സിലൊക്കെ പോയി എടുക്കുന്നതിന് അത്ര പ്രൈസ് ഒന്നും ഇല്ല. പിന്നെ അധികമുള്ളതൊക്കെ ഉള്ളൂ, ഭയങ്കര വലിയ സംഭവം ഒന്നുമല്ല കേട്ടാ. പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് സൽവാസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് അത് വെച്ച് നോക്കുമ്പോ നാട്ടിലെ ഭയങ്കര വില കൂടുതലായിട്ട് തോന്നും കേട്ടോ കമ്പയർ ചെയ്യുമ്പോ. കാരണം നാട്ടില് നമുക്ക് എന്താ പറയാ, ഈ മീഷോ ആമസോണിൽ നിന്നൊക്കെ എടുക്കുമ്പോ ചെറിയ കാശിനല്ല കിട്ടുന്നത്. പക്ഷെ ഇവിടെ അത് വെച്ച് നോക്കുമ്പം ഒരു 100ന് മേലോട്ടൊന്നും ഇല്ലാണ്ട് എനിക്ക് വാങ്ങണം, യുവാക്ക് വാങ്ങണം. ഇവർക്ക് രണ്ടും എടുത്തില്ല, എന്റെ ഡ്രസ് മാത്രം വാങ്ങിയ സമയം. യുവാക്കുള്ളത് നമ്മള് വേറെ ഏതെങ്കിലും വീഡിയോ എടുക്കുമ്പോ അതിന്റെ കൂടെ ഇട്ടേക്കാം. ഈ വീഡിയോയിൽ എന്തായാലും ഞാനത് ഉൾപ്പെടുത്തണില്ല. അത് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് ഇടുമ്പോഴൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇനി കല്യാണത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കല്യാണത്തിന് എന്തായാലും പെണ്ണിഞ്ഞാൻ ചെക്കനെങ്കിലും കാണിച്ചു തരാം അറ്റ്ലീസ്റ്റ്. അപ്പൊ വീഡിയോ എല്ലാരും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് പറഞ്ഞിട്ട് ഇതുവരെ റെസ്പോണ്ട് അധികം കിട്ടിയില്ല. ഒരു 1000 ലൈക്സ് ആയാലേ ഞാന് ഗിഫ്റ്റ് കൊടുക്കൂന്ന് വെയിറ്റ് നമ്മളെ അമക്കാനായിട്ടില്ല. അപ്പം ഗീവ് അവേയില് 1000 ലൈക്സ് ആയാലേ കൊടുക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആകെ 400 സംതിങ് ലൈക്സ് ആയി. നമുക്കൊരു 600 ലൈക്കും കൂടി ഒപ്പിക്കണം. ആ ഗീവ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ഒന്ന് കൈമാറി സൂക്ഷിച്ച് വെച്ചേക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പൊ വേഗം എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ടാണെങ്കിലും ഒന്ന് നമ്മള് ലൈക്ക് ആക്കി താ, എന്നിട്ട് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അതന്നെ, ഇവർക്ക് ഒരു ചാനൽ തുടങ്ങാട്ടാ. ഇവാടെ മാത്രം വീഡിയോ ഇടാം. കാരണം ഇവ ഇപ്പൊ ഭയങ്കര എന്നെക്കാളും വലിയ ആക്റ്റീവ് ആട്ടാ. ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ മറക്കല്ലേ. എല്ലാവർക്കും വലിയ ആളായി പോയി, പോയിട്ട് വലിയ ആളായി പോയി. നമ്മ ഗീവ് അവേന്റെ ലിങ്ക് മുകളിലായിട്ട് കൊടുക്കാട്ടാ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.